ഹായ് ഓൾ, വെൽക്കം ടു അമ്മൂസ് ആൻഡ് അപ്പൂസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിന്നൊരു ഫിഷ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 പാരമീനാണ് എടുത്തിരിക്കുന്നത്. അത് വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില പേസ്റ്റാണിത്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഓരോ മീൻ എടുത്ത് അതിനകത്തോട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും മസാല പിടിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ തേച്ച് കൊടുക്കണം. മസാലയൊക്കെ പുരട്ടി നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനിനി ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് 1 സൈഡ് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിടാം. മറുവശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക.